ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് എടുത്ത ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് രാവിലെ അടുത്തുള്ള അമ്പലത്തിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വഴിപാടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോയത്. ഒരു ഗ്ലാസ് ചായ കുടിച്ചായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ചോറ് വെക്കാൻ നിന്നില്ല. എനിക്ക് മാത്രം മതിയല്ലോ ഉച്ചക്കത്തേക്ക്. മക്കളും ചേട്ടനും ഒക്കെ പോയിരിക്കുകയാണ്. രാവിലെ മക്കൾക്ക് ചപ്പാത്തിയാണ് കൊടുത്തു വിട്ടത് ലഞ്ചിന്. അന്നേരം ഞാൻ വിചാരിച്ചു കറി എന്തായാലും ഇരിപ്പുണ്ടല്ലോ, എന്നാൽ പിന്നെ ഒരു 3 ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. കിച്ചൺ ക്ലീനൊന്നും ആക്കിയിട്ടില്ല, അതൊക്കെ പിന്നെ പതിയാക്കാം ഫുഡൊക്കെ വെച്ചിട്ട്. പിന്നെ ഞാൻ ഇന്നും ഓർക്കും രാവിലെ പണികൾ കഴിയുന്നതാണ്. എന്നുവെച്ചാൽ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഫുഡ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ രാവിലെ ചോറ് കൂട്ടാനൊക്കെ ആകുമേ. അപ്പോൾ ഞാൻ വെച്ചാൽ ബാക്കി ഇത്രയും ടൈം ഉണ്ടല്ലോ, നമുക്ക് റിലാക്സ് ആയിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ പണി തീരുകയില്ല. ബാക്കി തുണികളെല്ലാം കാണും. തുണി നനയ്ക്കൽ, പിന്നെ ക്ലീനിങ്, അതെല്ലാം കാണും. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇനി രാത്രി എന്തുണ്ടാക്കണം, നാളത്തെ ഡയറ്റ് പ്ലാന് അത് വേറെ. പിന്നെ പ്രിപ്പ് കുറച്ച് ചെയ്ത് വെക്കും ഞാൻ. രാവിലെ ഒരു 7:45 എല്ലാവർക്കും പോകണം. അപ്പോൾ ഇന്ന് രാത്രി ചെയ്ത് വെച്ചില്ലെങ്കിൽ രാവിലെ കുറച്ചൊരു ഹെക്റ്റിക്കായി പോകും. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് വൈകുന്നേരമാകും. നമ്മൾ വിചാരിക്കും എല്ലാ പണി കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാമെന്ന്. പണി തീരുമോ അതുമില്ല. രാത്രി വരെ ഇങ്ങനെ ഓരോ പണികളായിരിക്കും. സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഒരു ദിവസം ഫുൾ 24 hours കിട്ടിയിട്ടും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം നമുക്ക് റിലാക്സ്ഡ് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എങ്കിലും അപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഇതാണ്, ഓരോ പണി കിടക്കുന്നുണ്ടല്ലോ, ഇനി അത് ചെയ്തില്ലല്ലോ, അരി അരച്ചില്ലല്ലോ, അങ്ങനെ ഓരോ ചിന്തകളാണ് എപ്പോഴും. എനിക്ക് ഇപ്പോൾ തോന്നുന്നത് നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് പണികൾ ചെയ്യുക. പിന്നെ കുറച്ച് സമയം നമ്മൾ ടയേർഡായി തോന്നുമ്പോൾ റെസ്റ്റ് എടുക്കുക, വെള്ളം നിറയെ കുടിക്കുക. പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. ദിവസം കുറച്ച് സമയം നമ്മൾ സെൽഫ് കെയറിന് വേണ്ടി മാറ്റി വെക്കണം. എന്താ പറയുന്നത്, ഫേസ് മാസ്ക് ഇടുക, ഹെയർ പാക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടമുള്ള സാരി ഉടുക്കുക, നന്നായിട്ടൊന്ന് ഒരുങ്ങുക. നന്നായിട്ടൊന്ന് ഒരുങ്ങിയാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. നല്ലൊരു ചായ ഇട്ട് കുടിക്കുക, ആ ചായ കേട്ടുകൊണ്ട് നല്ലൊരു പാട്ട് കേൾക്കുക. അത് നമുക്കെല്ലാം നൊസ്റ്റാൾജിയുള്ള പാട്ടുകളാവും, അത് കേൾക്കുക. പിന്നെ നല്ലൊരു മഴ ആസ്വദിക്കുക. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ചെയ്തില്ല നമ്മൾ വെറുതെ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ ഡെസ്പായിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഡൗൺ ആക്കി നമ്മളിങ്ങനെ ആ ദിവസം മൊത്തവും കളയുക ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയത് നമുക്ക് ഒത്തിരി ഫ്രണ്ട്സൊന്നും വേണ്ട. ഫ്രണ്ട്സ് കുറച്ചേ ഉള്ളെങ്കിലും അവർ നമുക്കെന്തും പറയാൻ പറ്റണം അവരുടെ അടുത്ത്. അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. നല്ല റിലേഷൻഷിപ്സിന് സമയം കൊടുക്കണം. അതിപ്പം നമ്മളെ വാല്യൂ ചെയ്യുന്ന റിലേഷൻഷിപ്സിന് നമ്മൾ വാല്യൂ കൊടുക്കണം, നമ്മളതിന് സമയം കൊടുക്കണം. പിന്നെ അതുകൂട്ട് തന്നെ നമ്മുടെ മെൻ്റൽ ഹാപ്പിനെസ്സിന് വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ദിവസവും മാറ്റി വെക്കണം. ഇതൊക്കെ ഒരാൾക്കിങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് പറയാൻ ഒത്തിരി എളുപ്പമാണ്. പക്ഷേ ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങളായിരിക്കുമല്ലോ, അതൊക്കെ അറിയാം. എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ച് പറയുന്നതേ ഉള്ളൂ. ഈ ക്ലിപ്സൊക്കെ ബുധനാഴ്ച രാവിലെ എടുത്തതാണ്. അന്ന് ചപ്പാത്തിയായിരുന്നു. പിന്നെ ഇന്നലത്തെ ചെറുപയർ കുറച്ച് വേവിച്ച ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അതിങ്ങനെ സവാളയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് ഇന്നലെ ഒരു കറി കാണിച്ചല്ലോ, ആ ഒരു കറിയും കൂടെ ആക്കിയായിരുന്നേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റു വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരാവേ.